88 ലക്ഷം രൂപയുടെ കള്ളപ്പണ ഇടപാടിൽ വിവാദങ്ങളും ആരോപണങ്ങളും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പി ടി തോമസ് MLA ഇന്ന് മാധ്യമങ്ങളെ കണ്ട് നിലപാടുകൾ വിശദീകരിച്ചത്. കള്ളപ്പണം ഇടപാട് നടന്ന ഇടപ്പള്ളിയിലെ അഞ്ചുമനയ്ക്ക് സമീപമുള്ള വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട ആ സ്ഥലത്ത് താൻ പോയിരുന്നു. തന്നെ വിളിച്ചതുകൊണ്ടാണ് താൻ പോയത്. മുൻപരിചയമുള്ള വ്യക്തികളായതിനാലാണ് അവിടെ പോയത്, കാര്യങ്ങളിൽ ഇടപെട്ടത് എന്നാണ് പറയുന്നത്. ആ സമയം അവിടെ ചർച്ചകൾ നടക്കുമ്പോൾ 2 ബാഗുകൾ ഉണ്ടായിരുന്നു. ആ ബാഗുകളിൽ പണമാണ് എന്ന നിലയിലാണ് പി ടി തോമസ് കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്നാൽ താൻ 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല. പണമിടപാടുകൾ അതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കുന്നവരും വാങ്ങുന്നവരും തമ്മിലാണ്. അക്കാര്യത്തിൽ ഏത് നിലയിലുള്ള അന്വേഷണങ്ങളും മുന്നോട്ട് പോകട്ടെ. താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. പണക്കൈമാറ്റത്തിലോ കള്ളപ്പണ ഇടപാടോ ആണെങ്കിൽ അതിൽ താൻ ഉത്തരവാദിയല്ല എന്നാണ് പി ടി തോമസ് ഈ ഘട്ടത്തിൽ പറഞ്ഞത്. സിബി ജോസഫ് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. സിബി, ഈ കള്ളപ്പണ ഇടപാടിൽ പി ടി തോമസിന്റെ പങ്കെന്ത്? കള്ളപ്പണ ഇടപാടുകാരുമായി പി ടി തോമസിനുള്ള ബന്ധം എങ്ങനെ? ഈ കള്ളപ്പണത്തിന്റെ ഉറവിടം എങ്ങനെ? എന്തുകൊണ്ടാണ് ആദായ നികുതി ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ MLA അവിടെ നിന്ന് കടന്നു കളഞ്ഞത്? എന്നീ നിരവധി ചോദ്യങ്ങളാണ് സമൂഹത്തിൽ ഉയർത്തപ്പെട്ടത്. ഇതിനൊക്കെയാണ് MLA മറുപടി പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്? സിബി. ജോർജറ്റ്, കൈരളി ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട വാർത്ത തന്നെ ശരിയാണെന്ന് വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നിപ്പോൾ MLAയുടെ ഭാഗത്തുണ്ടായത്. അതായത് ഇവിടെ നടന്നത് ഒരു കള്ളപ്പണ ഇടപാട് തന്നെയായിരുന്നത് കൃത്യമായി MLAയ്ക്ക് അറിയാമായിരുന്നെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 2 ബാഗുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ 2 ബാഗുകളിൽ രാമകൃഷ്ണൻ, അതായത് ഈ ഭൂമി വാങ്ങിക്കാൻ വരുന്ന ആൾ രാമകൃഷ്ണൻ, ഈ രാമകൃഷ്ണൻ്റെ കയ്യിൽ 2 ബാഗുണ്ടായിരുന്നു. ഈ ബാഗിൽ നിറച്ച് പണമാണെന്ന് തനിക്ക് അറിയാമായിരുന്നു. എന്തായാലും ഇതിൽ ഈ കള്ളപ്പണം പിടിക്കേണ്ടത് തൻ്റെ ജോലിയല്ല, അത് മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ ജോലിയാണ്. താൻ ഉൾപ്പെടെ നിന്നുകൊണ്ടാണ് ഈ കരാർ ഉണ്ടാക്കിയത്. അതായത് ഈ രാജീവിന് വേണ്ടി, ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി താനൊരു കരാർ ഉണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പാവപ്പെട്ട കുടുംബം വളരെ ഒരു ഭൂമി കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യാൻ വേണ്ടി താനൊരു എഗ്രിമെൻറ്റ് വെച്ച് എൻ്റെ അധ്യക്ഷതയിൽ വെച്ചു. ആ എഗ്രിമെൻറ്റിൽ 80 ലക്ഷം രൂപയ്ക്കാണ് ഇത്തരത്തിൽ എഗ്രിമെൻറ്റ് വെച്ചത്. ഈ 80 ലക്ഷം രൂപ കൈമാറുന്ന ദിവസം, അതായത് ഇന്നലെ രാവിലെ 10 മണിയോടെ ഇവർ എന്നെ വിളിച്ചു വരുത്തി. വന്നപ്പോൾ ഇവരുടെ കയ്യിൽ 2 ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ പണമായിരുന്നു തനിക്കറിയാമായിരുന്നു. താനെല്ലാം സമ്മതിച്ച് 500 രൂപ മുദ്രപത്രത്തിൽ ഈ എഗ്രിമെൻറ്റ് വയ്ക്കുകയും പിന്നീട് താൻ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ എത്തുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് തനിക്ക് മനസ്സിലായി ഈ കള്ളപ്പണം പിടിക്കാൻ വന്നതാണെന്ന് മനസ്സിലായി. താൻ ഉടൻ തന്നെ പോവുകയും ചെയ്തു. അതായത് വ്യക്തമാണ് ഈ ഒരു കള്ളപ്പണമാണ് എന്ന്. ഒന്ന്, ഇതിൽ കള്ളപ്പണമായിരുന്നതും MLAയ്ക്ക് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ MLA ഉടൻ തന്നെ കാറിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യവും വ്യക്തമാണ്. ഇത് രണ്ടും അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു. അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി നിയമവിരുദ്ധമായ പ്രവൃത്തി നടത്തിയാലും ഞാൻ ഈ ഭൂമി കൈമാറ്റം ചെയ്യും. പക്ഷേ അതിൽ ഇത് നിയമപരമായി കൈമാറാവുന്ന ഒരു കുടിപ്പവകാശ രേഖ തന്നെയാണ്. പക്ഷേ ഇതിൽ ഈ സ്ഥലം വാങ്ങിക്കുന്ന ഈ എസ്റ്റേറ്റ്, ഇത്തരത്തിൽ ഈ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സുകാരൻ വന്നുമ്പോൾ അദ്ദേഹത്തിന് പണം നൽകി ഈ ഒരു ഭൂമി കൈവശാവകാശം നൽകുന്ന രീതിയിലേക്കാണ് ഇത്തരത്തിലൊരു എഗ്രിമെൻറ്റ് വെച്ചത്. അതും 80 ലക്ഷം രൂപയുടെ എഗ്രിമെൻറ്റ് വെറും 500 രൂപ മുദ്ര പേപ്പറിലാണ് എഴുതിയത്. നമുക്കറിയാം 80 ലക്ഷം രൂപയ്ക്ക് ചുരുങ്ങിയത് ഒരു 8 ലക്ഷം രൂപയുടെയെങ്കിലും മുദ്ര പേപ്പറും വേണ്ടി വരും. അങ്ങനെ അറിയാവുന്നിരിക്കുകയാണ് MLA ഈ 500 രൂപ മുദ്ര പേപ്പറിൽ എഴുതിയത് എന്നുള്ളത് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഈ കള്ളപ്പണം, അതായത് 80 ലക്ഷം രൂപ പണമായി കൈമാറുന്നത് നിയമവിരുദ്ധമാണെന്നും MLAയ്ക്ക് അറിയാം. പക്ഷേ MLA പറയുന്നത് ഇത് നിയമവിരുദ്ധമാണ് തനിക്കറിയാം, പക്ഷേ അത് നോക്കേണ്ട പണി എൻ്റെ അല്ല എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MLA തന്നെ ഇതിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഈ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയും പിന്നീട് ഇത് പണം കൈമാറുന്ന സമയത്ത് താൻ മാറി നിൽക്കുകയും ഇൻകം ടാക്സ് വന്നപ്പോൾ MLA വണ്ടിയിൽ കയറി ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെയാണ് MLA പറഞ്ഞതും. താൻ ഓടി രക്ഷപ്പെട്ടില്ല, താൻ കാറിൽ കയറി പോയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇൻകം ടാക്സ് ഉദ്യോഗമാണ് വീട്ടിലേക്ക് കയറിയതെന്ന് തനിക്ക് മനസ്സിലായി. എന്നാൽ അതുവരെ ആ വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത വഹിച്ച MLA പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ സ്വാഭാവികമായും അത് അന്വേഷിക്കാതെ ഉടൻ തന്നെ കാറിൽ കയറി പോകുന്ന ഒരു സ്ഥിതിയാണ് അദ്ദേഹം നടത്തിയത്. എന്തായാലും അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു, പറയാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇത് കള്ളപ്പണമാണെന്ന് തനിക്ക് വ്യക്തമായിരുന്നു. മാത്രമല്ല ഇത് കൈമാറുന്നത് ഇല്ലീഗലാണെന്ന് തനിക്കറിയാമായിരുന്നു. പക്ഷേ അത് പിടിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമല്ല, MLA എന്ന നിലയിൽ തനിക്ക് അതല്ല തൻ്റെ പണി എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇന്നലെ മുതൽ പറഞ്ഞതുപോലെ തന്നെ ഇത് തീർച്ചയായും 80 ലക്ഷം രൂപയുടെ കള്ളപ്പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLAയ്ക്ക്
ഉണ്ടായിരുന്നു. ഇത് രാവിലെ തന്നെ നമ്മൾ ഈ വിൽപ്പനക്കാരനായ രാജീവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതും ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ അതായത് രാമകൃഷ്ണൻ വിളിച്ചത് പ്രകാരമാണ് താൻ ഇവിടെ എത്തിയത്, ഈ MLA ഇവിടെ എത്തിയത്. MLA മധ്യസ്ഥ നിന്നതും ഈ റിയൽ എസ്റ്റേറ്റുകാരൻ പറഞ്ഞിട്ട് തന്നെയാണ്. അങ്ങനെയാണ് ഈ ഒരു കച്ചവടം മുന്നോട്ട് പോകുന്നത്. വർഷങ്ങളായി ഇതൊരു ഭൂമി പ്രശ്നമായി നിൽക്കുന്നൊരു സംഭവമായിരുന്നു. ഇത് പരിഹരിക്കാൻ അങ്ങനെ നിസ്സാരമായി ലഘൂകരിച്ചാണോ MLA ഈ കാര്യങ്ങളെ കാണുന്നത്? ഏറ്റവും പ്രധാനം 1.5 കോടിയോളം വിലയുള്ള വസ്തുവാണ്. അത് 88 ലക്ഷം രൂപയ്ക്ക് കച്ചവടമാക്കുന്നു. അവിടെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടാകുന്നു. രജിസ്ട്രേഷനിലടക്കം, ഭൂമി രജിസ്ട്രേഷനിലടക്കം ടാക്സ് അടയ്ക്കാത്ത പണം കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്ന സംഭവം, അത് MLA കൂടി ദൃക്സാക്ഷിയാകുന്നു. അത്തരം പണമെണ്ണലിൽ ഉൾപ്പെടെ അതിനപ്പുറത്തേക്ക് രേഖകളില്ലാത്ത ഭൂമിയാണ്. അത് കച്ചവടം നടത്താൻ ഇടനിലക്കാരനാകുന്നു. രാമകൃഷ്ണൻ മുൻപും തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്, മുൻപരിചയമുള്ള ആളാണ്. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടും ഒരു കാര്യത്തിന് ഇടനില നിൽക്കാൻ MLA വരുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ആ ഉത്തരവാദിത്വമൊന്നും തൻ്റെ പേരിലില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഏതെങ്കിലും നിലയിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? തൻ്റെ പേരിൽ അന്വേഷണം നടക്കട്ടെ എന്ന വെല്ലുവിളി ഉയർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടോ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ? അദ്ദേഹം ഇത്തവണ നമുക്ക് അറിയാം, എല്ലാ തവണയും അദ്ദേഹം ആരോപണം ഉയരുമ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്, ഏത് അന്വേഷണവും വരട്ടെ എന്നായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ വാക്കുകൾക്ക് അല്പം മാറ്റം വന്നു. അദ്ദേഹം പറഞ്ഞ് കള്ളപ്പണം പിടിച്ചത് ആണെന്ന് വെച്ചാൽ അവരാണ് പ്രതികൾ, എനിക്കതിൽ ഒന്നുമില്ല. താൻ ഒരു എഗ്രിമെൻ്റ് എഴുതി, അതിനപ്പുറത്തേക്ക് തനിക്കൊന്നും അറിയില്ല. ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി ഇല്ലീഗലായ ഒരു എഗ്രിമെൻ്റ്, ഒരു 500 രൂപ മുദ്ര പേപ്പറിലാണ് എഴുതിയത്. അത് പരസ്യമായി പല ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു, അവരെല്ലാം കൂട്ടുപിടിച്ചാണ് താൻ അത് എഴുതിയത്. മറ്റ് കൊടുക്കൽ വാങ്ങലുകൾ കള്ളപ്പണമാണോ അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് ഈ 1.5 കോടി രൂപ വിലമതിപ്പുണ്ടോ എന്നെല്ലാം തനിക്ക് നോക്കേണ്ട കാര്യമില്ല. താൻ ഒരു എഗ്രിമെൻ്റ് വെച്ചു, അത് വായിച്ച് തന്നെ ഇതെല്ലാം പരിഹരിച്ചപ്പോൾ തൻ്റെ പണി തീർന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഏകദേശം 1.5 കോടി രൂപ മൂല്യമുള്ള ഒരു വസ്തുവാണിത്. ഈ വസ്തു ഒരു കുടിയിരുപ്പ് അവകാശം പോലെ ലഭിച്ചതാണ് ഈ സജീവൻ എന്ന ആൾക്ക്. ഇദ്ദേഹത്തിന് ഇത് രാമകൃഷ്ണൻ എന്ന ആൾ ഒന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുകയും ഇതിൽ പണം 1.5 കോടി രൂപയാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ഇത് MLA ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അത് 80 ലക്ഷം രൂപ. പിന്നീട് ഇതൊരു 500 രൂപ മുദ്ര പേപ്പറിൽ, അത് 80 ലക്ഷം രൂപയുടെ ഇടപാട് 500 രൂപ മുദ്ര പേപ്പറിൽ എഴുതുകയും ഇത് രജിസ്ട്രേഷൻ നടത്താൻ കഴിയില്ല, കാരണം ഇത് കുടിപ്പവകാശ ഭൂമിയായതുകൊണ്ട് രജിസ്ട്രേഷൻ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇടപെട്ടുകൊണ്ട് യാതൊരു രേഖയുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു ചട്ടക്കൂടിൽ നിൽക്കാതെ ഇത് കൃത്യമായി ഒരു 2 ബാഗിൽ നിറയെ പണം കൊണ്ടുവന്ന് ഇത് കൈമാറിക്കൊണ്ട് ഈ ഭൂമി ഈ റിയൽ എസ്റ്റേറ്റ് മാഫിക്ക് കൈമാറാനുള്ള ശ്രമമായിരുന്നു PT തോമസ് MLA നടത്തിയത്. അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൈമാറുന്ന തുക സംബന്ധിച്ച് എനിക്ക് പ്രശ്നമല്ല, ഇതിലെ രേഖകൾ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമില്ല, എന്നോട് ഇടനിലക്കാരായി നിൽക്കാൻ പറഞ്ഞു, ഞാൻ വന്നു, അത് നോക്കി ഒരു പാവപ്പെട്ട കുടുംബത്തിന് അത് ഇല്ലീഗൽ വഴിയാണെങ്കിലും ആ ഭൂമി ലഭിക്കട്ടെ എന്ന നിലപാടിലേക്കാണ് അദ്ദേഹം എത്തിയത്. റെയ്ഡിന് അവിടെ എത്തിയ ആ സ്ഥലത്ത് ഇവർ ഈ സംഘം ചേർന്ന സ്ഥലത്ത് പണമുണ്ടായിരുന്നു, 2 ബാഗുകളിലായി പണമായിരുന്നു എന്ന് MLA സമ്മതിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ഒപ്പം തന്നെ അവിടെ ചെല്ലാനുള്ള ഒരു സാഹചര്യം, MLA ഏത് സാഹചര്യത്തിലാണ് അവിടെ ഇടപെട്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻപും എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏത് സാഹചര്യത്തിലാണ് MLA അവിടെ ആ സംഘത്തിൻ്റെ ആ പ്രദേശത്ത്, ആ സ്ഥലത്ത് എത്തപ്പെട്ടത് എന്നതിൽ എന്ത് ന്യായീകരണമാണ് പറയുന്നത്? ഈ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആദ്യം മുതൽക്ക് തന്നെ MLA ഇതിൽ ഇടപെട്ടിരുന്നു. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. താൻ 2-ാം തീയതിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഗ്രിമെൻറ്റ് വെച്ചത്. നേരത്തെ ഇവരുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം 2-ാം തീയതി താൻ ഒരു എഗ്രിമെൻറ്റ് ഇത്തരത്തിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം തന്നെ 2 കൂട്ടരെ വിളിച്ചിരുത്തി താൻ ചർച്ച നടത്തി. അതിനുശേഷമാണ് അത് പ്രകാരമാണ് അന്ന് തന്നെ ഇത് 80 ലക്ഷം രൂപയ്ക്ക് വിൽക്കാമെന്ന അല്ലെങ്കിൽ കൈമാറാമെന്നൊരു ധാരണയുണ്ടാക്കി. ഇത് പ്രകാരമാണ് MLA വീണ്ടും എത്തിയത്. അതായത് ഇതിൻ്റെ ഈ ഭൂമി ഇടപാടിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലെങ്കിൽ ഈ ഇൻകം ടാക്സ് എത്തി ഈ പണം പിടിക്കുന്നതുവരെ MLA കൂടെ നിൽക്കുകയും MLA എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ കള്ളപ്പണത്തിൽ തനിക്ക് ബന്ധമില്ല, ഇത് ഇവർ പണം കൈമാറുന്നത് കള്ളപ്പണമാണോ എന്ന് തനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, തൻ്റെ ജോലി അതല്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് ഇല്ലീഗലായ ഒരു ക്രയവിക്രയം തന്നെയാണെന്നും ഈ പണമിടപാട് 80 ലക്ഷം രൂപ അടക്കം പണമായിട്ട് നൽകുന്നത് ഇത്തരത്തിൽ നിയമപരമല്ല എന്നും അദ്ദേഹത്തിന് വ്യക്തമുണ്ട്. അത് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത് പോലീസിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള നിയമ സംവിധാനങ്ങൾ അറിയിക്കേണ്ടത് തൻ്റെ ജോലിയല്ല എന്നുള്ള ലാഘവത്തോടുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള മറുപടിയല്ല അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹം നമുക്കറിയാൻ കഴിയും, നമ്മൾ രാവിലെ മുതൽ തന്നെ
ഈ വിൽപ്പനക്കാരനുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ വിളിച്ച വഴിയാണ് ഈ പി ടി തോമസ് MLA ഇവിടെ എത്തിയത്. ഏകദേശം 1.5 കോടി രൂപ ഉള്ള ഭൂമിയായിരുന്നു ഇത്. 80 ലക്ഷം രൂപയ്ക്ക് ഇവർ ഉറപ്പിക്കുകയും പിന്നീട് JCBയുമായി ഇവിടെ എത്തി. അതായത് ഈ ഭൂമി വാങ്ങുമ്പോൾ തന്നെ ആ ഭൂമിയിലുള്ള കടമുറികളെല്ലാം തന്നെയും ഇടിച്ചു നിർത്തുന്ന രീതിയിൽ JCBയുമായിട്ടായിരുന്നു ഇവർ എഗ്രിമെൻറ്റ് വയ്ക്കാൻ വേണ്ടി എത്തിയതെന്നും ഈ രാവിലെ നമ്മളോട് വിൽപ്പനക്കാരൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു കേസിൽ കൃത്യമായ കള്ളപ്പണവും അതോടൊപ്പം തന്നെ ഇല്ലീഗലായ ഒരു ഭൂമി ഇടപാട് നടന്നതെന്ന് വ്യക്തം തന്നെയാണ്. ഇപ്പോൾ പി ടി തോമസ് MLA പറയുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. അതായത് കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഈ കള്ളപ്പണ ഇടപാട് നടന്ന സ്ഥലത്ത് താൻ പോയിട്ടുണ്ട്. അവിടെ 2 ബാഗുകളിലായി പണം സൂക്ഷിച്ചിരുന്നു. എന്നാൽ താൻ പണം വാങ്ങിയിട്ടില്ല. പണക്കൈമാറ്റത്തിൽ താൻ ഉത്തരവാദിയല്ല എന്നാണ് പി ടി തോമസ് ഇപ്പോൾ ന്യായീകരിക്കുന്നത്. എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ നേരിടാം എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുമില്ല. സിബിയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.